ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NMMS എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്സ്പോണൻസ്. സാറ്റിലെ മാത്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. രണ്ട് കൃതികളുടെ തുക 160 ആണ്. രണ്ടിൻ്റെ പവേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടിൻ്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ 2⁻1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ശരിയല്ലേ? ഇങ്ങനെ 2⁴ ചെയ്ത് കഴിഞ്ഞാൽ 16, 2⁵ 32, 2⁶ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 × 2 × 2, അതായത് 2⁶ എന്ന് പറയുമ്പോൾ 32 × 2 64, 2⁷ കാണാൻ 64ന്റെ ഡബിൾ 128. ശരിയല്ലേ? 2⁸ എന്ന് പറയുമ്പോൾ 128ന്റെ ഡബിൾ 256, 2⁹ എന്ന് പറയുമ്പോൾ 512, 2⁻10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 512ന്റെ ഡബിൾ 1024. ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ തന്നെ ഏത് രണ്ട് നമ്പേഴ്സ് കൂട്ടിയാലാണ് മക്കളെ, ഏത് രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടിയാലാണ് നിങ്ങൾക്ക് 160 കിട്ടുക? 160ന്റെ തൊട്ടടുത്തുള്ള നമ്പർ ആരാ? ഇതിൽ 160ന്റെ താഴെയുള്ള തൊട്ടടുത്തുള്ള നമ്പർ 128. ശരിയല്ലേ? 128നോട് 32 കൂട്ടിയാലാണ് നിങ്ങൾക്ക് 160 കിട്ടുക. ശരിയല്ലേ? ആ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. 128 - 32 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മക്കൾക്ക് കിട്ടും 96. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. സോ 1 മുതൽ 10 വരെയുള്ള പവേഴ്സ് 2⁻1, 2⁻2 അങ്ങനെ 2⁻10 വരെയുള്ളതിൻ്റെ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 1/2 ആണ്. ശരിയല്ലേ? എത്ര ഭാഗമാണ്? 1/2. അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ എത്ര ഭാഗമാണ്? ഇൻ ദിസ് ഹോൾ സ്ക്വയർ ഈസ് അൺഷെയ്ഡഡ് പാർട്ട്. ഇവിടെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തെ കുറിച്ചാണ് ചോദ്യം. രണ്ടാമത്തെ ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത് 1/4 ആണ്. അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ 1/8. ശരിയല്ലേ? ഇവിടെ 4നെ നമുക്ക് വേണമെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതാം, 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത് 1/2⁴. ഇങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് 10ാമത്തെ ചിത്രത്തിലേക്ക് ആരാ വരിക? 1/2⁻10. 2⁻10ന്റെ വാല്യൂ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് 1024. So the answer is 1/1024. വളരെ സിമ്പിളായിട്ട് മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1/1024. ഇനി 2⁻n × 2⁻n + 1 - 1 is equal to 2016. ഇതിൽ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മക്കൾ ശ്രദ്ധിച്ചോ, 2016നെ നിങ്ങൾ എന്താക്കാന്ന് അറിയടാ? ഫാക്ടറൈസ് ചെയ്യുക, ഘടകവൽക്കരിക്കുക. നോക്കിക്കോ, 2 നോക്കിക്കേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? 1008. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 504. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 252 ആണോ അല്ലോ? യെസ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 126. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 63. ശരിയാണോ? ശരിയാണോ? 2 എത്ര പ്രാവശ്യം വന്നു? 1 2 3 4 5. ശരിയല്ലേ? 2 എത്ര പ്രാവശ്യം വന്നു? 5 പ്രാവശ്യം. 2⁻n ഇത് എത്രയാണ്? 2 എത്ര പ്രാവശ്യം വന്നു? 5 പ്രാവശ്യം. 2⁵. അപ്പൊ n എത്രയാ? n എന്ന് പറയുന്നത് 2⁻n. ഇവിടെ 2⁵ ആണ്, n 5. 2 എത്ര പ്രാവശ്യം വന്നു നോക്കിയാൽ മതി, 5 ടൈംസ്. ഈ 63നെ ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതാണ് നമ്മളുടെ 2⁻n + 1 - 1. ഓക്കെ, 2⁶ - 1 ആണ് 63. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്?
5 ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോവാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ദ പ്രൊഡക്റ്റ് ഓഫ് 6 - 1 × 6² - 1 × 6³ - 1 × നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. 6 - 1 എന്ന് പറഞ്ഞാൽ എന്താടാ? 5. ശരിയല്ലേ? ഇനി 6² - 1, 6ന്റെ സ്ക്വയർ 36 ആണ്. 36 ന്ന് 1 കുറച്ചാൽ ദാറ്റ് ഈസ് 35. 6ന്റെ എല്ലാ പവേഴ്സും ശ്രദ്ധിച്ചേ, 6ന്റെ എല്ലാ പവേഴ്സും അവസാനിക്കുക 6ൽ തന്നെ ആയിരിക്കും. അപ്പൊ ആ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ അതിന്റെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 5 തന്നെ ആയിരിക്കും. ഓക്കെ, 6³ നിങ്ങൾക്കറിയാം അത് എത്രയായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് 216 ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 215. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ നമ്പർ എല്ലാം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ അവസാനത്തെ ഡിജിറ്റ് 5 ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറിൻ്റെ 1ന്റെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കും? 5 ആയിരിക്കും. എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്താക്കുക? മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മക്കൾക്ക് എഴുതാൻ പറ്റുമോ നോക്കട്ടെ. 3x എന്ന് പറയുന്നത് 729 ആണെങ്കിൽ x എത്രയായിരിക്കും എന്ന് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും NMMS എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.